ഇരയും പ്രതികളും സാക്ഷികളുമെല്ലാം ഒരു കൂരയ്ക്ക് താഴെ. ഞങ്ങൾക്കിപ്പോ അറിയേണ്ടത് നാദിയയുടെ അവസാനത്തെ 9 മണിക്കൂർ എന്തൊക്കെ സംഭവിച്ചുവെന്നാണ്. ആ നാടകത്തിലെ 4 കഥാപാത്രങ്ങൾ നിങ്ങളാണ്. ഡോക്ടർ അജയ് ഘോഷ്, ഡോക്ടർ രൂപേഷ്, ഡോക്ടർ ഗോവിന്ദ് ആൻഡ് ഡോക്ടർ മാതങ്കി വർമ്മ. റോയൽ ബ്ലഡ് ലൈൻ. ഡോക്ടർമാരെന്തിനാണ് ഒരുമിച്ച് ചെന്നൈയിലേക്ക് പോയത്? ജൂനിയർ ഡോക്ടർമാരുടെ കോൺഫറൻസിൽ പങ്കെടുക്കാൻ വേണ്ടി. ആടിയും പാടിയും ഒരു എഡ്യൂക്കേഷണൽ പിക്നിക് അല്ലേ? ആ ഉല്ലാസവേളയിൽ എപ്പോഴാണ് നിങ്ങളുടെയൊക്കെ കയ്യിൽ നാദിയയുടെ ചോര പുരണ്ടത്? സർ, കുത്തേറ്റ് കിടന്ന നാദിയെ ഇവരാണ് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നത്. നിങ്ങൾക്കുറപ്പുണ്ട് നാദിയ ഒരു ശവമായി കഴിഞ്ഞു. ചിന്തിക്കാൻ തലച്ചോറില്ലാത്ത വെറും ഒരു ഫീമെയിൽ കടേവർ. ആ ധൈര്യത്തിന്റെ പുറത്താണ് നിങ്ങൾ ഇപ്പൊ എന്റെ മുന്നിൽ നിൽക്കുന്നത്. അജയ് ഘോഷ് ധീരനാണ്. ഉറങ്ങിക്കിടക്കുന്ന നാദിയയുടെ തലയിൽ പോണ്ടൈൻ മെഡുലറി ഏരിയയിൽ 4 ഇഞ്ച് ആഴത്തിൽ സർജിക്കൽ ബ്ലേഡ് കുത്തിയിറക്കിയവൻ അത്ര നിസ്സാരക്കാരനല്ല. ആ രാത്രി തന്നിൽ എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട്. കത്തി ഞങ്ങളുടേതാണ്, സമ്മതിച്ചു. അത് രാജമ്മ വാങ്ങിക്കൊണ്ടുവരാ. അതിൽ കൂടുതൽ ഞങ്ങൾക്ക് ആർക്കൊന്നും അറിയില്ല. നിങ്ങൾക്കൊരു ചുക്കും അറിയില്ല. അടങ്ങ്. നിന്നെക്കുറിച്ച് ഞങ്ങൾക്ക് എന്തൊക്കെ അറിയാമെന്ന് നീ ഇപ്പൊ അറിയും. സെൽവൻ, തത്തമംഗലം സർ, ഇവരെ ഓർക്കുന്നുണ്ടോ? മറന്നിട്ട് വേണ്ടേ സാറെ ഓർമ്മിക്കാൻ? എന്റെ കഞ്ഞിയിൽ വീണ 4 പാറ്റകളാ അതേ ഈ നിക്കണത്. ഇവരിൽ ആരാണ് തന്നെ വിട്ട് നാദിയുടെ നമ്പർ എടുപ്പിച്ചത്? ഈ കോഴി എന്നെ സാർ, അല്ല ഈ കുഞ്ഞ മറ്റേ കുഞ്ഞിന്റെ ഫോൺ നമ്പർ വാങ്ങി വരാൻ എന്നെ പറഞ്ഞു വിട്ടത്. അപ്പോഴേ എന്റെ ചീട്ട് കീറി വെച്ച ഈശ്വരേ. ഫോൺ നമ്പർ കിട്ടിക്കഴിഞ്ഞ പിന്നെ ആ രാത്രി താൻ ഉറങ്ങിയിട്ടില്ല. കോയമ്പത്തൂർ എത്തുന്നതുവരെ തനിക്ക് ഉറക്കം വന്നിട്ടില്ല. അവിടെ വെച്ച് അതിന് അജയ് ഘോഷ് കോയമ്പത്തൂരല്ല ഇറങ്ങിയത്, തിരുപ്പൂരാ. ഞാൻ കണ്ടതാ. ചോദ്യം തന്നോടല്ല, ഡോക്ടർ പറയണം. ഞാൻ പറയട്ടെ, അജയ് ഘോഷ് തിരുപ്പൂർ ഇറങ്ങിയിട്ടില്ല. ഇറങ്ങിയിരുന്നെങ്കിൽ, അത് മാതങ്കി കണ്ടിരുന്നെങ്കിൽ, പിന്നീട് കത്തിയുമായി നിൽക്കുന്ന ബാലുവിനെ കണ്ട് അജയ് ഘോഷിന്റെ പേര് പറഞ്ഞ് നിലവിളിക്കില്ലായിരുന്നു നീ. സർ പ്ലീസ്, ഡോണ്ട് ലൈ ആൻഡ് ഡോണ്ട് ആക്ട് സ്മാർട്ട്. മധുക്കര സ്റ്റേഷനിൽ ട്രെയിൻ നിർത്തുമ്പോ നിങ്ങളുടെ കൂപ്പയിൽ അജയ് ഘോഷ് ഉണ്ടായിരുന്നു. ബഹളത്തിനിടയിൽ ആരും അറിയാതെ നിങ്ങൾ ഇയാളെ രക്ഷപ്പെടുത്തി. അതെ ഓഫീസർ, രക്ഷപ്പെടാൻ തീരുമാനിച്ചാൽ ഞങ്ങൾ രക്ഷപ്പെടും. പിന്നെ ആര് വിചാരിച്ചാലും ഒന്നും ചെയ്യാൻ കഴിയില്ല. കടം തിളക്കാടാ. ഇപ്പൊ തിളയ്ക്കാനും മാത്രം തീ നിന്റെയൊക്കെ ഉള്ളിലുണ്ടെന്നറിയാം. അത് ഞങ്ങളിങ്ങ് കോരിയെടുക്കും. കൂട്ടത്തിൽ നാദിയുടെ ചുണ്ടുകൾ കടിച്ചു പറിച്ച ഈ പല്ലുകൾ. മിസ്റ്റർ ഓഫീസർ, നമസ്തേ ജി. ഐ എം ഉസ്താദ് ഗുലാം മുസാഫിർ. വാവ്. മിസ്റ്റർ ഷറഫുദ്ദീൻ താരമസി IPS ഇപ്പോ നാദിയ കേസ് അന്വേഷിക്കുന്നു. കേട്ടിട്ടുണ്ട് നിങ്ങളെ പറ്റി ധാരാളം. വായിച്ചിട്ടുണ്ട് ചില ഹ്യൂമൻ റൈറ്റ് ആർട്ടിക്കിൾസ്. ചെന്നൈ നഗരത്തിലെ ഗല്ലികളിൽ രാത്രി ഗുണ്ടകളെ നിരത്തി നിർത്തി വെടിവെച്ച് കൊല്ലുന്ന എൻകൗണ്ടർ സ്പെഷ്യലിസ്റ്റ്, എ ഗ്ലോറിഫൈഡ് കില്ലർ. ഈ എൻകൗണ്ടറിംഗ് ഒരുതരം മേഴ്സി കില്ലിംഗ് ആണെന്ന് വേണമെങ്കിൽ പറയാം, അല്ലേ മിസ്റ്റർ ഷറഫുദ്ദീൻ? എനിക്കറിയാം നിങ്ങൾക്കിപ്പോ അതിന് ഉത്തരം പറയാൻ കഴിയില്ല. ഉത്തരമില്ലാഞ്ഞിട്ടല്ല, നിങ്ങളോട് ഉത്തരം പറയാൻ ഞാൻ ബാധ്യസ്ഥനല്ല. അതുകൊണ്ട് ഈ വിഷയം നമുക്കിവിടെ വെച്ച് അവസാനിപ്പിക്കാം. എനിവേ, മൈ കൺഗ്രാറ്റ്സ് മിസ്റ്റർ GM. വൈ? നാദിയല്ല, നാദറയുടെ ഭാവിയിൽ ഓവർ കോൺഷ്യസ് ആവുന്നതിന്. യെസ്, നാളെ എന്റെ വീട്ടിൽ വന്ന് കയറേണ്ട എന്റെ ഭാവി മരുമകളല്ലേ നാദിറ. അപ്പോ അവളുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും എന്റെയും എന്റെ മകന്റെയും കൂടിയല്ലേ മിസ്റ്റർ ഷറഫുദ്ദീൻ? പിന്നെ ഈ മേഴ്സി കില്ലിംഗ് അത്ര വലിയ പാപോ തെറ്റൊന്നും അല്ലെന്ന് നിങ്ങളും നാദിറയെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കണം. ഹോളണ്ടിലും ബെൽജിയത്തിലും ഒക്കെ ഇത് സർവ്വസാധാരണമായി കഴിഞ്ഞു. ഹോളണ്ടിലും ബെൽജിയത്തിലും ഒന്നും അല്ലല്ലോ നമ്മൾ ജീവിക്കുന്നത്, ഇന്ത്യയിലല്ലേ. അതുകൊണ്ടാണല്ലോ ഞാൻ അവളോട് പറഞ്ഞത്, നാദിയ വേണമെങ്കിൽ നമുക്ക് ബെൽജിയത്തിലേക്ക് കൊണ്ടുപോകാം. അവിടെ വെച്ച് ഈസിലി കില്ലിംഗ്, ആരും അറിയില്ല. ഇവിടത്തെ പോലെ ലീഗൽ പ്രോബ്ലംസും ഇല്ല. കില്ലിംഗ് 4 തവണ നിങ്ങൾ ആ വാക്ക് ഉപയോഗിച്ചു, ഒരു കില്ലറുടെ ആത്മസംതൃപ്തിയോടെ. എല്ലാ സൂത്രധാരന്മാർക്കും ഒരേ മുഖഛായയാണ്, ഒരു പ്രൊട്ടക്ടറുടെ ഭാവം. യെസ്, ഐ ആം റിയലി എ പ്രൊട്ടക്ടർ. Very good piece of acting. Wait for the Jugalbandi.
പി കൂപ്പയിൽ നടന്ന എല്ലാ സംഭവങ്ങൾക്കും വ്യക്തതയില്ല സർ. പക്ഷെ ഒരു കാര്യത്തിന് മാത്രം നല്ല വ്യക്തതയുണ്ട്. എന്താ സർ? നാദിയയുടെ കൊലപാതകി ആരായിരുന്നാലും അയാൾ പൂർണ്ണ ബോധത്തോടെയാണ് കൃത്യം ചെയ്യാൻ ഉപയോഗിച്ച ആയുധം ക്രൈം സ്പോട്ടിൽ ഉപേക്ഷിച്ച് രക്ഷപ്പെട്ടത്. അടേങ്കപ്പ അവൻ കില്ലാടിക്ക് കില്ലാടി മുറുകാ. എല്ലാത്തരം ക്രൈമുകൾക്ക് പിന്നിലും ബോധപൂർവമായ ഒരു ഇന്റൻഷൻ കാണും. ദ തിയറി ഓഫ് ഡോക്ടർ സിഗ്മണ്ട് ഫ്രോയിഡ്. കുറ്റം സംഭവിച്ച അതേ നിമിഷം കുറ്റവാളിയും ജനിച്ചു കഴിഞ്ഞു. തന്നെ വേട്ടയാടുന്ന കുറ്റാന്വേഷകന്റെ യാത്ര ഒളിഞ്ഞു നിന്ന് കണ്ട് പരിഹസിക്കുക മാത്രമല്ല, താനും കുറ്റാന്വേഷകനും തമ്മിലുള്ള ദൂരം കുറഞ്ഞു കുറഞ്ഞു വരുന്നത് കണ്ട് ത്രില്ലടിക്കുന്ന ഒരു മനസ്സും ചില കുറ്റവാളികൾക്കുണ്ട്. ദേ ആർ സിംബോളിക് ഓഫ് അൺകോൺഷ്യസ് വിഷൻസ്. ഈ മനഃശാസ്ത്രം ഡോക്ടർമാർക്കും ബാധകമാണ്. കത്തിയിൽ നിന്ന് കണ്ടെടുത്ത ഏറ്റവും ബോൾഡായ ഫിംഗർ പ്രിന്റ് ഡോക്ടർ അജയ് ഘോഷിന്റെയും ബാലുവിന്റെയും രാജമ്മയുടെയും. രാജമ്മയുടെ മൊഴിയിൽ ഒരു കള്ളത്തരം കടന്ന് കളിക്കുന്നുണ്ടല്ലോ മയിൽവാഹനം. രാജമ്മ ആളെങ്ങനെ? സാർ, இந்த ராஜம்மாவே ஃபர்ஸ்ட் லுக்கிங்ல பார்த்தா பொம்பள மாதிரி அல்ல சார், ஆம்பளத்தா. ஆனா அந்த நடிக்கொச்சு பாவம் கிழிந்து சார். அவட அப்பா வந்து ஃபுல் டைம் வாட்டர் அதோரிட்டி தண்ணி சார். அந்த டைம்ல ஊட்டியில ஒரு சினிமா ஷூட்டிங் நடந்துட்டு இருந்தது. அந்த படத்துல ஒரு ஐட்டம் டான்ஸுக்காக போயதா இந்த பாவம் பாப்பா. போற வழியில கோயம்புத்தூர்ல இறங்கியாச்சு. அங்கே இருந்து கம்பெனி வண்டியில ஊட்டி. ഏത് സിനിമ? I'm sorry. എന്ത് തോന്നിയാ സാറോ ഇത്? I'm terribly sorry for the interruption. താനാരാ? ഷറഫുദ്ദീൻ താരാമസി, director from the RACT. അയ്യോ, ഏത് കഷ്ടകാല സമയത്താണോ എനിക്ക് ആ ട്രെയിനിൽ കയറാൻ തോന്നിയത്. സത്യം പറഞ്ഞേ പറ്റൂ രാജമ്മ. പ്രിയ ഊട്ടിയിൽ അഭിനയിച്ച ഉടുപ്പി ദാദ MBBS എന്ന ചിത്രം ഞങ്ങൾ അരിച്ചു പെറുക്കി നോക്കി. അതിൽ പ്രിയയുടെ ஐட்டம் டான்ஸ் மட்டும் நாங்க பார்க்கல. ஏமா அந்த ஐட்டம் டான்ஸ் போடல. എനിക്ക് தெரியாத സാർ. സത്യം പറഞ്ഞേ പറ്റൂ. നീ ഇപ്പടി അടം പിടിച്ച് നിന്നേനാ നിന്റെ പാപ്പാടെ കൊളിച്ചിട്ടും കളിക്കും, നിന്നെ ഞാൻ കളിക്കും. ചൊല്ലടി. ജ്യൂസ് എടുക്കാം. അയ്യോ, എന്നെ ഒന്നും ചെയ്യല്ലേ സാറേ. മോക്ക് ഇപ്പൊ പടവും പപ്പടവും ഒന്നുമില്ല. ഞങ്ങൾ ഇപ്പൊ കോൾ ഷീറ്റ് കൊടുക്കുന്നത് സ്വർണ്ണക്കടക്കാർക്കാ. ഹൈദരാബാദിൽ നിന്നും മദ്രാസിൽ നിന്നും ഹോൾസെയിൽ പാർട്ടി നാട്ടിലുള്ള ജ്വല്ലറിക്കാർക്ക് കൊടുത്തുവിടുന്ന സ്വർണ്ണ ഉരുപ്പടികൾ ഞങ്ങളുടെ കയ്യിൽ തന്നുവിടും. ഞങ്ങൾ അത് ഭദ്രമായി അവിടെ എത്തിക്കും. സ്മഗ്ലിംഗ്. അപ്പൊ ഇതാണ് ഐറ്റം. ഒരു ട്രിപ്പിന് എത്ര കിട്ടും? 50,000. കോയമ്പത്തൂർക്ക് ചുമന്നത് ആർക്ക് വേണ്ടിയാ? കോവയും മാങ്കുടി ചെട്ടിയാർ തങ്കമാളിക. എത്ര കിലോ? 7 കിലോ. രാജമ്മയുടെ ഭർത്താവ് എവിടെ? അയ്യോ, രാമേട്ടൻ പാവോ സാറേ. ഹീസ് ഇന്നസെന്റ്. എടി അന്ത രാമേട്ടൻ ഇന്നസെന്റാ വടിവേലുവോ എങ്ങൾക്ക് തെരിയ വേണ്ട വിഷയമല്ല. നിജമാ ചൊല്ലടി കണവനങ്കടി. രാമേട്ടൻ ഞാൻ ഡൈവോഴ്സ് ചെയ്ത് കളഞ്ഞു സാറേ. അയാൾ ഇപ്പൊ കാശിയില്ല. അടി പാവീങ്ങളാ, കഴുത്തിലെ താല് കെട്ടിയ കണവനെ ഡൈവോഴ്സ് പണിയിട്ട് തലയിലെ ജണ്ടുമല്ലി പൂച്ച് നടക്കുകയാ. ഉന്നെ ചെരുപ്പാലെ അടിച്ച് പരമരത്തിലേറ്റുവേ. കതിരേശൻ, സോറി സാർ. രാജമ്മയ്ക്ക് ഈ വസ്തു പരിചയമുണ്ടോ? ഈ കത്തി കൊണ്ടാണ് നാദിയയ്ക്ക് കുത്തേറ്റത്. ആണോ? കഷ്ടം, ഞാൻ അറിഞ്ഞില്ല. മാമ്പഴം മുറിക്കാൻ നിങ്ങൾ കടം വാങ്ങിയ കത്തിയാണിത്. ഭഗവാനെ, അത് തിരിച്ചു കൊടുത്താണല്ലോ. ഭഗവാൻ തിരിച്ചു കൊടുത്തില്ല. രാജമ്മ, നീ ചുമ്മാ കരകാട്ടമാടാതെ സത്യം പറ രാജമ്മ. ആ, കിട്ടിപ്പോയി സാറേ. കത്തി ഞാൻ തിരിച്ചു കൊടുത്തില്ല. കൊടുക്കാൻ മറന്നുപോയി. കോവെ സ്റ്റോപ്പിൽ എത്തിയപ്പോ കത്തി ഞാൻ കൊറേ തെരഞ്ഞു, പക്ഷെ കണ്ടില്ല. കൂപ്പയിൽ അപ്പടി ഇരുട്ടായിരുന്നു. വണ്ടിക്കുള്ള പവർ കെട്ടാ ഏടി ലൈറ്റ് പോട്ട് പാക്കലേ. ലൈറ്റ് ഇട്ടതാ സാറേ. അപ്പ കെടുത്താൻ പറഞ്ഞു. ആര് പറഞ്ഞു? ആ കുട്ടിയെ, നാദിയ. എന്തിന്? അവളുടെ വർത്താനം കേട്ട ഞാനല്ല സാറ് ഓഫാക്കി പോവും. അതെന്താ? അവള് ഞങ്ങളെ പോലെ കടത്തുകാരിയാ സാറേ. ഞാനും മോളും പെട്ടിയിൽ ഇത്തിരി പൊന്നു കടത്തുമ്പോ അവള് ബാഗിൽ കടത്തണ എന്താന്നറിയോ സാറിന്? എന്താ പറയാ സാർ. ഇതെന്തോന്ന് വിറ്റാതോ? കഴിഞ്ഞോടി രായമ്മ.
തോക്ക്? ദൈവമേ, ഇവിടെ പോലീസുകാരിയാണോ തോക്കും കൊണ്ട് നടക്കാൻ? എന്ത് പറ്റി ചക്കരെ? പറയടാ. നിന്നെ ആരെങ്കിലും കയറി പിടിച്ചോ? പോടുന്നു മനുഷ്യൻ. മോളെന്തെങ്കിലും കണ്ട് പേടിച്ചോ മോളെ? മാസ്റ്റർ. മാസ്റ്ററോ? അതെ, ബാലുവിന്റെ അച്ഛൻ. എവിടെയാള്? അവിടെ. എന്ത് പറഞ്ഞു നിന്നോട്? നിന്നോട് എന്തെങ്കിലും പറഞ്ഞോ? ഞാൻ കാണട്ടെ അയാളെ. ഇല്ല, ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ഒരു പ്രശ്നമില്ല. മോളെ, നീ ഒരു കാർന്നോരെ കണ്ട? നീ ഞാൻ പറയുന്നൊന്ന് കേക്ക്. എന്തിയടാ? കാരണോ വടക്കാഞ്ചേരി കുഷ്ഠരോഗ ആശുപത്രിയില്ല. ഹലോ. അങ്ങനെയൊക്കെ അവന്റെ ഒരു കാർന്നോര്. ഹലോ. ഈ കിളവനിത് എങ്ങോട്ട് പോയി? മമ്മി വേണ്ട മമ്മി, മമ്മിക്ക് എന്താ ഭ്രാന്ത് പിടിച്ചോ? എനിക്കല്ലടി ഭ്രാന്ത്. കോളേജിൽ നിന്റെ പിന്നാലെ നടന്നില്ല, അവന്റെ ഭ്രാന്ത്. എന്നെ വിട്. വാ. ഇവനെയൊക്കെ ഞാൻ ഇങ്ങോട്ട് വരാനാ പറഞ്ഞേ. വാ. രാജമ്മ തിരിച്ചു വന്നപ്പോ തുളസിമണി ഇരുന്ന എ കൂപ്പയിലേക്ക് കയറിപ്പോയ നിഴൽ ആരുടേതായിരുന്നു? അതോ? അത് ആ മുഖം ഇന്നലെ കണ്ടതുപോലെ ഇപ്പോഴും രാജമ്മയുടെ കണ്ണുകളിലുണ്ട്, അല്ലേ? എന്റെ പൊന്നണ്ണ, അല്ല സാറേ, ഈ അമ്മച്ചിക്ക് കണ്ണു പിടിക്കാത്തതാണ്. എനിക്ക് നിഴലേ ഇല്ല, ഞാൻ വെറും പാവമാണ്, അല്ലേ? തന്നെ കിളി, ട്രെയിനിലെ കിളി. ഈ കമ്പിളിക്കാരനകത്തോട്ട് കയറി പോയത് ഞാൻ കണ്ടതാ. പോയി പോയി പച്ച പോയി